ഞാൻ വായിച്ചുതരാം. പത്രക്കാരി പറഞ്ഞ അടക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു സാധനം വായിക്കൂല, എന്നിട്ട് വെറുതെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല ഇതൊക്കെ. എന്നിട്ട് ഞാനൊരു കള്ളൻ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൊന്നാര സഹോദരന്മാരെ, ഇപ്പൊ ഒന്ന് കേട്ട്, ഒറ്റ മിനിറ്റ്. ഒന്ന് കേട്ടേക്ക്, ഒറ്റ മിനിറ്റാ. കഴിഞ്ഞ വർഷം രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഫോൺ ചോർത്തൽ കേസ് പുറത്തറിയുന്നത്. പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നതരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കെ ചന്ദ്രശേഖര റാവുവിന്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത്. നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി. മുൻ DCP രാധാകിഷൻ റാവു ആണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. BRSന്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാഷെ, നിന്റെ പാർട്ടി സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു, അഡീഷണൽ തുടങ്ങിയ കുറെ ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി T പ്രഭാകരൻ റാവുവിന് നോട്ടീസ് ന്യൂസ് നടത്തുന്ന ശരവണൻ റാവു, പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. ഞാൻ അങ്ങനെ വന്നിട്ട് ഇത് കേട്ടത് എങ്ങനെയാ ചോർത്തിയിരുന്നല്ലേ? കേൾക്കണ്ടല്ലോ, തോമസട്ടി ഇറങ്ങാ, ചിലപ്പോൾ ഉറക്കം വരും. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന ഇന്റലിജൻസ് സാങ്കേതിക കൺസൾട്ടന്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ച്, അവിടെ വേറെ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്, ടാപ്പ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആണ്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു? ഇസ്രായേലിന് സാധനം ഇറക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ അരീക്കോട്ടങ്ങാടിയിൽ ആ കുന്നിൻ്റെ മുകളിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇന്റർസെപ്ഷൻ സെന്റർ. അവിടുന്ന് ഫോണിൽ ഓർത്തുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആ പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. ഇന്നും അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ 3 ആള് ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. ഒന്ന് മാറ്റെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞതെന്താ, ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു. ഇപ്പൊ ഇതിലൊന്നും അന്വേഷണമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയുക, DGPയുടെ നേതൃത്വത്തിലുള്ള SIT ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അന്വേഷണം അങ്ങനെ പോകുന്നുണ്ട്. പാരലൽ അന്വേഷണം നടക്കാരാ ഈ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എന്താണ് PV അൻവറിന് എവിടുന്നാ കിട്ടിയത്? ആരാണ് ആ വിവരം കൊടുത്തത്? എവിടുന്നാണ് ഈ മറ്റേ റിപ്പോർട്ടറോ അവൻ്റെ കയ്യിൽ വന്നത്? ഇത് അന്വേഷണം നടക്കുക. ആരാ തെളിവ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണയിട്ട് വന്ന പോലെ ആരാ വീട്ടിലാണ് അൻവറിന്റെ ആളുകൾ പോകുന്നത്? ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നടക്കട്ടെ. അതേന്ന് വരട്ടെന്ന്. ഞാനൊരു കേസ് ഉണ്ടാവില്ല, അങ്ങനെ സുഖമായിട്ട് ഇറക്കും വിചാരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പാടെ കൂടി നാളെ ജയിലിടൂല എന്നില്ല. എന്താ, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം. ഇവിടെ ഈ ഗവൺമെന്റിന്റെ 2ാമതും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോട് കമ്മിറ്റിയുള്ള ഒരു ഗവൺമെന്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നാ. അതെനിക്കറിയില്ലാന്ന്. എന്ത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാനാന്ന്? ഞാൻ എന്റെ വീട്ടിലെ കാര്യത്തിൽ ഇറങ്ങിയല്ലോ.
അല്ല അതൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്കതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ടി വിയും വാർത്തയൊന്നും കാണുന്ന ഞാൻ ഈ പണിയിലല്ലേ. ആരെങ്കിലും പറഞ്ഞ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫ് ആരെങ്കിലും തരുമ്പോൾ അതൊന്നും നോക്കുന്നല്ലാതെ വേറെ നമ്മൾ നോക്കുന്നത് എനിക്കറിയില്ല. അണികൾ മനുഷ്യരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എൻ്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറെ ചവിട്ടിക്കുട്ടി ആളുകളല്ലേ നിങ്ങൾ. നാളെ ചവിട്ടിക്കൂട്ടാൻ കിട്ടിയെങ്കിൽ ചവിട്ടും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ? ഞാൻ അങ്ങനെ ആനപ്പുറത്താണ്? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ ഇരിക്കണം നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. താമസിട്ടി ഡേറ്റ് വേണമെങ്കിൽ തരാം, പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS 25 കൊല്ലം എൻ്റെ അടിമയായി പറഞ്ഞ ഓനെ കുട്ടി 4 IPS കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനലിസം ഇവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാനാണ് ഇറങ്ങിയത്. ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും വേണ്ട നിങ്ങൾ. എനിക്ക് അങ്ങനെ തകരുന്ന മനോവീര്യമല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടോണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയില്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരും നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടംപൊഴിയിൽ. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മഹേഷില്ല, നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PVN എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ? അവിടെ മാന്തി, ഇവിടെ മാന്തി, അവിടെ തിരക്കി, ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ? പണ്ടാറടക്കി ആദ്യമായിട്ട് MLA ആയതാ. മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PVN തീരുമാനിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം എപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടളി, നമ്മളടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്തുമില്ല. നിങ്ങളെന്താ ബേജാറാണ്? എനിക്കങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ? അല്ല എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരുടെ നീ നിനക്ക് കുറച്ചൊരു സേപ്പ് എന്നോടുണ്ട്. അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അതെന്താ പറഞ്ഞറിയോ? ഇപ്പോൾ പൊയ്ക്കോ, ഉപ്പാനെ ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫുണ്ട്, അവർ വിളിച്ചു ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണ്, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ വാലോട്ടത്തിനോ? നിങ്ങൾ പറ, ആളെ നോക്കണം നിങ്ങൾ. ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്താനല്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോ വേണമെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കെന്താ മുഖ്യമന്ത്രി കാണാനും അദ്ദേഹന്റെ നേതാവല്ലേ? അല്ല പൊന്നാര മനുഷ്യൻ അല്ലാതെ നമുക്ക് കാണാന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പാലേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ
എംഎൽഎയുടെ മാത്രമേ കൊലപ്പെടുത്താത്ത പ്രബല കക്ഷിയായ CPI സംസ്ഥാന സെക്രട്ടറി LDF യോഗത്തിലും അസിസ്റ്റന്റ് സെക്രട്ടറി പുറത്തും MLA വെള്ളം കുടിപ്പിച്ചതൊന്നും എഴുതേണ്ടത് ആയിട്ടാണ്. നിലപാടുകൾ LDF രണ്ടാം കക്ഷി CPI-ലേക്കാണ്. CPI പോലും തിരിച്ചറിയുന്ന കാര്യമാണ് എംഎൽഎ വിഷയത്തിൽ തിരിച്ചറിയാം. എന്താ ചെയ്യാൻ, ചില കാര്യം തിരിച്ചറിയാൻ ചില സമയമെടുത്ത് കേട്ടോ, അങ്ങനെയാണല്ലോ. ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇതിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരുടെ വിരോധമാണ് പോലീസിനെതിരായത്. അതിന് പീഡിതങ്ങൾ ഇന്നിപ്പോ പറയാതെ പറയുന്നു. അല്ല, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊലപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ട്. ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്, അതുപോലെ പേര് പറയണോ? ദേശീയ നേതാക്കന്മാർ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് ഇട്ടു ജയിലിൽ പോയാൽ. ഇന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് വെച്ച് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ്, നല്ല പച്ചക്കറി, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട്. അത്രയല്ലേ ഉള്ളൂ. നോ പ്രോബ്ലം. ആര് രാജിവെക്കണം? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് എന്ത് രാജിയാ പറയണേ? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്താണ് സത്യം പറയാം, എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെ കുറിച്ച്. ഇത്ര ഉളുപ്പും മടിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാലേ